ഏത് രീതിയിൽ കോഫി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത് ഓരോ മനുഷ്യന്റെയും കലാപരമായിട്ടുള്ള കഴിവുകളനുസരിച്ച് കൊണ്ടുപോകാം. ഇത് ഞാൻ പൊക്കം കുറച്ച് നിർത്തി കവാത്ത് ചെയ്ത് നോക്കിയതാണ്. അന്നത്തെ അറിവ് അത്ര ഉള്ളായിരുന്നു, പക്ഷേ അതത്ര വിജയപ്രദമല്ല. ഇതിപ്പോ ഞാൻ ഇവിടെ ഇട്ട് ഇവനെ അവസാനിപ്പിക്കുക. കവാത്തല്ല, ഇത് ഒടിച്ചു. അതിന്റെ മുകളിലോട്ട് വളരരുത്. ഇനി മുകളിലോട്ട് വളരരുത്. ഇനി ബ്രാഞ്ചസ് മാത്രം. ഇതിന്റെ ഈ അക്കടേന്ന് പൊട്ടും, അത് ഞാൻ കാണിക്കാം. ഈ അക്കടേന്ന് പൊട്ടും. ഇനി ഇതിന്റെ മണ്ടേന്ന് ഇവിടുന്ന് പൊട്ടിക്കേറും, ഈ ബ്രാഞ്ചസിൽ നിന്ന് പൊട്ടിക്കേറും. അത് നമ്മൾ എപ്പോഴും അടത്തി കളഞ്ഞോണ്ടിരിക്കുക. അതാണ് കവാത്തിങ് എന്ന് പറയുന്നത്. ഇത് പ്രൂണിങ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതൊരു 3 മീറ്റർ വരെ പടരയല്ലേ? അങ്ങ് പൊക്കോളും. ഈ പൊട്ടത്തരമൊക്കെ എന്തിനു കാണിക്കുന്നത്? അത് ചേട്ടാ, അതെല്ലാവർക്കും തോന്നും. അതായത് 5 രൂപ വിലയുണ്ടായിരുന്ന സമയത്ത് എല്ലാവരും കോഫി പറിക്കാതെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവിടെ കിടന്ന് കിളുത്തിട്ട് വെട്ടിപ്പറിച്ച് കളഞ്ഞ സമയങ്ങളുണ്ടായി. ആ സമയത്ത് ഞാൻ കാപ്പി എന്റെ തോട്ടത്തിൽ പ്ലാന്റ് ചെയ്തു. അപ്പം എന്നെ നേരെ തിരിച്ചു പറഞ്ഞു ഇവൻ മാടാന്നുള്ള കാര്യം. എന്തോ ഈ റബ്ബർ തോട്ടത്തിൽ ഈ കുഴി കുത്തുന്നതിന്റെ അടിസ്ഥാന രഹസ്യങ്ങള്, അതിന്റെ കാര്യങ്ങള്, എന്ത് കൃഷി ചെയ്യാണ് ഇപ്പോൾ? ഈ കുഴിയോ? റബ്ബറിന്റെ വേരുകൾ പൊട്ടുന്നുണ്ട്. ഇതെത്ര വളക്കുഴിയാണോന്നാണോ? അല്ലല്ല, ഞാനിത് ഇപ്പൊ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് സമയത്തിന് പറ്റാതെ പോയത് കൊണ്ട് ലേറ്റായി പോയതാണ്. 3-4 വർഷം മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. കോഫി നടാൻ വേണ്ടിയാ. കാപ്പി. ഏതെങ്കിലും കാപ്പിയാണ്? നാടൻ കാപ്പിയാണോ? അല്ല, ഞാനിപ്പോ ചെയ്യുന്ന നാടൻ കാപ്പിയുടെ നല്ല വെറൈറ്റി തന്നെയുണ്ട്. CNTR ചെയ്യുന്നത്. ബാംഗ്ലൂർ കോഫി. CNTR കോഫി ചെയ്യുന്നത്. അതിപ്പോ നമ്മുടെ ഈ അടുത്ത കേരള തിരുവിതാംകൂർ പ്രദേശത്തൊന്നും നഴ്സറിയിൽ നഴ്സറി അല്ല ചേട്ടാ. എനിക്ക് പരിചയമുള്ള നമ്മുടെ പ്രധാനമന്ത്രി ദേവഗൗഡ ഉണ്ടല്ലോ, ദേവഗൗഡയുടെ കർണാടകയിലുള്ള 1000 ഏക്കർ സ്ഥലം കൃഷി ചെയ്യുന്ന പള്ളിക്കത്തോടുകാരനാണ്, പാലാ പള്ളിക്കത്തോട്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ കാനൻ രാജേന്ദ്ര സാറില്ലേ, പഴയ CPIയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നേ, രാജേന്ദ്ര സാറിന്റെ തൊട്ട അയലോകക്കാരനാണ് കൃഷി ചെയ്യുന്നത്. സുനിൽ എന്ന് പറയും. അദ്ദേഹത്തിന്റെ അടുത്തുനിന്നാണ് നടത്തിപ്പുകാരൻ എന്ന് പറയാം. അത് തന്നെ അടുത്താണ് ഞാൻ അതായത് നമ്മുടെ ദേവഗൗഡയുടെ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ തോട്ടം പ്ലാന്റ് ചെയ്യുന്ന നമ്മുടെ കോട്ടയംകാരനാണ്. സാധാ ഒരു പറഞ്ഞതിലോട് തെറ്റു വന്നു. 1000 ഏക്കറല്ല, അത് 4000 ഏക്കർ. 4000 ഏക്കർ, എത്രയെങ്കിലും ആട്ടെ. അത് പ്ലാന്റ് ചെയ്യുന്ന എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്. ഞാൻ അത് കണ്ടു മനസ്സിലാക്കിയിട്ട് എനിക്ക് എൻ്റെ റബ്ബർ തോട്ടങ്ങൾ മുഴുവൻ ഞാൻ മിക്സർ വിളയാക്കിയിരിക്കുക. മിക്സർ വിളയാണ്. അതായത് ആനിപ്ലാവ് കാര്യങ്ങളുടെ ജാതികളുണ്ട്. കോഫിയാണ് പ്രധാനമായിട്ട് കയറ്റിക്കൊണ്ട് വരുന്നത്. അപ്പോൾ CNTR തൈ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഞാൻ മേടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ CNTRന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ ഇത് 1 വർഷം കൊണ്ട് പൂവിടും എന്നുള്ളതാണ്. ഒറ്റ വർഷം കൊണ്ട് ഒരു 4 മാസം 5 മാസം കൊണ്ട്. ഇപ്പൊ ഈ സമയത്ത്, അതായത് മിഥുന മാസമാണ്, തിരുവാതിര ഞാറ്റുവേലയാണ്. ഈ ഞാറ്റുവേലയിൽ എല്ലാ കൃഷിക്കാരും ഒടിച്ചു കുത്തുന്നു, തൈകൾ നടന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് തന്നെ കോഫി പ്ലാന്റ് ചെയ്തേക്കാൻ വെച്ചിരിക്കുന്നത്. ഈ CNTRന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ തന്നാണ്ട് തന്നെ ഇത് കായ്ക്കും. ആ കായ്ക്കുമ്പോൾ അത് ഒരു 3-4 അടി പൊക്കത്തോളം ഇവൻ കയറി വരും. അതിനകത്ത് ഓരോ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചും 1.5 അടിയല്ല 1.5 അടി ഹൈറ്റ്, അതായത് ഈ ഹൈറ്റിൽ ഈ CNTR വളർന്നു കയറി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സൈഡിലേക്ക് ഒരു ബ്രാഞ്ചിൽ പോകുന്ന, അതായത് ഒരു ലെയർ ഇങ്ങനെ പോകുന്ന 6 രക്ക എന്ന് പറഞ്ഞാൽ കൈ നീളം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ അത് രക്ക എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കർണാടകത്തിൽ പറഞ്ഞ രക്ക. അപ്പം 6 രക്കയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. 6 എണ്ണം വരെയും കയറി വരും. ഒരു ബ്രാഞ്ചിൽ 6, രണ്ടാമത്തെ ബ്രാഞ്ചാൽ 1.5 ദിവസം കഴിയുമ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചാൽ വീണ്ടും 6 ആയി. അങ്ങനെ 4 ബ്രാഞ്ച് വന്നു കഴിയുമ്പം ഈ പൊക്കമാകും. അപ്പോൾ 1ാമത്തെ കൊല്ലം ഞാനിത് പ്ലാന്റ് ചെയ്ത് കഴിയുമ്പം ഇതിന്റെ കായ്കൾ മുഴുവൻ അങ്ങ് അടത്തിക്കളയും. പരമാവധി ഇങ്ങനെ പഠിച്ച് അടത്തിക്കളയുള്ളൂ, കായ്ക്കല്ല. 2ാമത്തെ കൊല്ലം ഇത് നല്ല സൂപ്പറായിട്ട് കായ്ക്കും. നമ്മൾ ഇതിന്റെ വിളവേ 5 വർഷം കാലത്ത് രമിച്ചെന്ന കർണാടക ഭാഷ എന്ന് പറഞ്ഞാൽ കായയുടെ വിളവ് കൂടാനും തൂക്കം കൂടാനാണ് 5 വർഷത്തെ അടക്കി കളയുന്നത്. അതായത് നമ്മൾ തെങ്ങിന് പേടെന്ന് പറയും. പേട്ട് തെങ്ങ് കെട്ടി വെക്കാല്ലേ, നിന്നെ കണ്ട് ഒന്നിനും കൊള്ളിയല്ലേ കായ്പിക്കാൻ. അങ്ങനെ തെങ്ങ അടത്തി കളയുമ്പോൾ ഈ ചെടിയുടേതായ ഒരു മാനസിക ഊർജ്ജമുണ്ട്. അതിൽ നിന്ന് അവർ സ്വയം ഉൾത്തിരിയുന്ന ഒരു പ്രക്രിയയാണ് അടത്തി കളയാന്ന്.
അതുപോലെ കൂമ്പ് ഞുള്ളുക സംഗതിയാണ്. ഇനി ഇതിനെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ കോഫി നിയന്ത്രിക്കാന്ന് കവാത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഏകദേശം ഈ ഹൈറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 6 അടി ഹൈറ്റ് വരെയും മാക്സിമം കയറി വരും. അപ്പോൾ നമ്മൾ ഒരു 3 അടി പൊക്കം ആയിക്കഴിഞ്ഞാൽ 3 അടി പൊക്കം 1 മീറ്റർ പൊക്കം ആയി കഴിയുമ്പോൾ കവാത്ത് ചെയ്യാൻ മണ്ട ഒടിച്ചിനുള്ളിൽ കവാത്ത് ചെയ്യാൻ തുടങ്ങും. പിന്നെ അതിന്റെ സൈഡ് ബ്രാഞ്ചസ് വരും. അതെല്ലാം ഞാൻ കാണിക്കാം. സൈഡ് ബ്രാഞ്ചസ് വരും, അവനെയും കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു തണ്ടയിൽ നിന്ന് ഒരു രക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 350 ഗ്രാം 400 ഗ്രാം ആവറേജ് ഒരു CN2R കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 4 ലെയറായിട്ട് നിൽക്കുന്നതിൽ 6 രക്ക വെച്ച് വരുമ്പം 24 ബ്രാഞ്ചായി. 20 കിലോ 25 കിലോയ്ക്ക് ആശാമില്ല. 25 ബ്രാഞ്ചായി. 25 ഇൻറ്റു ഒരു 400 ഗ്രാം ഇട്ട് കൂട്ടിക്കോ. 10 കിലോ കിട്ടി. 3-ാം വർഷം. 3-ാം വർഷം 10 കിലോ കിട്ടി. ഇത് എനിക്ക് ഉറപ്പാണ്. പിന്നെ ബ്രാഞ്ച് വളരുന്നതനുസരിച്ച് കോഫി വളരുന്നതനുസരിച്ച് 6 വർഷം ഇതൊന്നും 30 കിലോ 21 കിലോ കിട്ടിയിരിക്കും. റബ്ബറിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള സാധനമാണ് കോഫി. പിന്നെ അതിന്റെ ജ്യേഷ്ഠനായ കൊക്കോയ. ഇത് രണ്ടിനും കാരണം എന്ന് വെച്ചാൽ റബ്ബറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് യൂറിയ ആണ്. 36-40% യൂറിയ വേണ്ടിടത്ത് പൊട്ടാഷ് വളരെ നേരിയത് മാത്രം മതി റബ്ബറിന് വേണ്ടത്. കോഫിക്ക് ഏറ്റവും ആവശ്യമുള്ളത് പൊട്ടാഷ് വേണം. പൊട്ടാഷ് റബ്ബറിന് വളരെ കുറച്ച് മതി. അപ്പം പിന്നെ അടുത്തത് ഷെയ്ഡ്. കോഫിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സൂര്യപ്രകാശം 60%, 40% അല്ല 70% 40% സൂര്യപ്രകാശം അതിനാവശ്യമുള്ളൂ. അതിനെ കോഫിക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കരുത്. ഇൻവേർഷൻ. അതിന് കാരണം എന്ന് വെച്ചാൽ അതിന് ആഹാരം പാകം ചെയ്യാൻ 60% 70% ഷെയ്ഡിൽ നിന്നുകൊണ്ട് ആഹാരം പയ്യാനുള്ള ക്രമേണവും അതിനെ ഫലം ഉണ്ടാക്കി എടുക്കാനും അതിന് സാധിക്കുന്നത്. അത് കൊക്കോയ്ക്കും അതുകൊണ്ടാണ് ഷെയ്ഡിൽ വളരാൻ പറ്റുന്നത്. അപ്പം ഏറ്റവും നല്ല ഇനി ഇതിന്റെ വരുമാന മാർഗം എന്ന് പറഞ്ഞിരുന്നാൽ ഇതിന്റെ വരുമാനം പറയാമെങ്കിൽ 1 ഏക്കർ സ്ഥലത്ത് എത്ര റബ്ബർ പിടിക്കും? 150 വരെ. 190 റബ്ബർ ബോർഡിന്റെ കണക്ക് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് 200 വരെയും വെക്കുന്നുണ്ട്, 150 വെക്കുന്നുണ്ട്. നമ്മൾ ശരാശരി ഒരു 6-7 കൊല്ലം ആകുമ്പോൾ ടാപ്പിംഗ് 8 കൊല്ലം ഇപ്പൊ 8-9 കൊല്ലം ആകുമ്പോൾ ആരംഭിക്കുമ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറയാൻ ഒരു 150 മരത്തിൽ കൂടി കിട്ടുന്നില്ല. അതേ നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുമ്പോൾ 150 മരം കിട്ടില്ല. 150 150. അതേന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഈളെന്ന് പറഞ്ഞിട്ട് 150 എണ്ണം വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശരാശരി ഈളെന്ന് പറഞ്ഞാൽ 8 കിലോ 9 കിലോ ശരാശരി 8 കിലോ 9 കിലോ കൂട്ടിയാൽ മതി. ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് 200 രൂപയുടെ ഓർഡർ 16 1,60,000 രൂപ മാക്സിമം കിട്ടും. വെട്ടുപോലും ചെലവും കഴിഞ്ഞ് 1 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. 1 ലക്ഷം രൂപ കിട്ടിയല്ല മാക്സിമം ആയിട്ട് കൂട്ടിക്കോ 1 ലക്ഷം രൂപ കിട്ടുന്നത്. അതേസമയം ആ സ്ഥാനത്ത് നമുക്ക് കോഫി 200-ന് 400 തൈ നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ അല്ല എന്റെ കണക്ക് പറയുന്ന 400 തൈ നമുക്ക് വെക്കാൻ പറ്റും. 400 വേണ്ട, 300 തൈ വെച്ചാൽ മതി. ഈ 300 തൈ വെച്ച് കഴിഞ്ഞിട്ടിരുന്നാൽ നമുക്ക് തന്നാണ്ട് പോയി, അതായത് ഫസ്റ്റ് ഇയർ വെക്കുമ്പോൾ തന്നെ കോഫി വെക്കാം. ഇനി കന്നാര കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് കന്നാര 3-ാം വർഷം കഴിഞ്ഞിട്ട് കന്നാരപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ആണ് പറയുന്നെങ്കിൽ നമ്മൾ പറയുമ്പം കൃഷിക്കാരെയും കൂടെ പ്രാക്ടിക്കലുള്ള കാര്യം ഞാൻ പറയുന്നത്. 4-ാം വർഷം നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ 4-6-ാം വർഷം നമുക്ക് കോഫി പറിക്കാൻ തുടങ്ങുകയാണ്. 6-ാം വർഷം കാപ്പി കന്നാര ഇറങ്ങിപ്പോയി കാപ്പി നമ്മൾ പറിക്കാൻ തുടങ്ങുമ്പം നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ 6-7 വർഷം കാപ്പി റബ്ബർ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ടാപ്പിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നല്ലൊരു വരുമാനത്തിൽ എത്താൻ സാധിക്കുന്നുണ്ട്. അതിന്റെ റബ്ബറിന്റെ വരുമാനം ഒരു വർഷം 1.5 ലക്ഷം രൂപ അല്ല 1,80,000 രൂപയുടെ ജെട്ടുലിംഗ് ആക്കി ചെലവ് എല്ലാം പോയിട്ട് 1 ലക്ഷം രൂപ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് 400 കാപ്പി അല്ലെങ്കിൽ 300 കോഫിയെന്ന് നമുക്ക് 1 കിലോ വെച്ച് കിട്ടിയാൽ പോലും 300 കിലോ ആയി. 1 കിലോ വെച്ച് കേവലം 1 കിലോ വെച്ച് 400 രൂപ കൊടുക്കും. 300 രൂപ. അപ്പൊ കാപ്പിക്ക് ഇപ്പം 300 രൂപ ഓൾറെഡി അല്ല ഇപ്പം 200 രൂപ വിലയുണ്ട്. അല്ല തൊണ്ട് കാപ്പിക്ക് 240 ഉണ്ട്. 200 രൂപ കൂട്ടിക്കോ. അപ്പൊ പോലും നമുക്ക് 400 കിലോ കാപ്പിക്ക് ഞാൻ 4-8 ഒരു പണിയില്ലാതെ റബ്ബറിന്റെ ഒപ്പം നിത്യവരുമാനം. അത് റബ്ബറിന്റെ അത്രയും തന്നെ വരുമാനം നമുക്ക് നേടിത്തരുന്ന ഒരു വിളയാണ് കാഫിയും കൊക്കോയും. കൊക്കോയേക്കാളും നല്ല കാഫിയാണ്. അത് രണ്ട് തരാണ്. ഡെയിലി മറ്റേ ആഴ്ച വരുമാനം, ഇത് ഇയറിന്റെ വരുമാനം എന്നേ ഉള്ളൂ. അങ്ങനെയുണ്ട്. പിന്നെ വളം വലിക്കുന്നുണ്ടെന്ന്. റബ്ബറിന് വേണ്ടത് യൂറിയയുടെ അംശമാണ് കൂടുതൽ വേണ്ടത്. കോഫിക്ക് വേണ്ടാത്തത് യൂറിയ ആണ്, അതായത് പൊട്ടാഷാണ് വേണ്ടത്. അപ്പൊ റബ്ബറിന് വേണ്ടാത്തത്
കോഫിക്ക് വേണം, കോഫിക്ക് വേണ്ടാത്ത റബ്ബറിന് വേണം. അപ്പൊ രണ്ടുപേരും ഈക്വലായിട്ട് മണ്ണിന്റെ സന്തുലിതാവസ്ഥ കളയാതെ നിർത്തും. പിന്നെ വേര് പിടിക്കുന്നുണ്ടോന്ന് വെച്ചാൽ റബ്ബറിന്റെ മുഴുവൻ ചെറ്റ് വേരെയാണ്, കോഫിയുടെയും ചെറ്റ വേരാണ്. മണ്ണൊലിപ്പ് തടയുന്നതിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഉപകാരം ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിലൊരു കാര്യം കണ്ടിട്ടുണ്ട്. വയനാട്ടിലാണ് എവിടെയാണ് ഏറ്റവും വലിയ ഉണക്കൊന്നോ 97-ലും 93-ലും കാപ്പി മാത്രം ഉണങ്ങിയിട്ടില്ല. പിന്നെ ഇതിന് പ്രധാനമായിട്ടും പറയുന്നതിന്റെ പ്രധാന കാരണം റബ്ബർ കൃഷി ചെയ്യുമ്പം നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കാലഘട്ടങ്ങളിലൊക്കെ ആകുമ്പോഴത്തേന് ഇതിന്റെ വിളവെടുത്ത് വരുന്ന സമയമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇത് പൂക്കുന്നതിന്റെ സമയത്തോട് വരുന്ന സമയത്ത് ഇതിന് സൂര്യപ്രകാശം കൂടുതലാണ്. ആ സമയമാകുമ്പോൾ ഇവൻ റബ്ബർ ഇല പൊഴിക്കും. ഇല പൊഴിച്ചു കഴിയുമ്പം ഇതിന് വെട്ടം ഡയറക്റ്റായിട്ട് വെട്ടം കയറും. തണ്ടൽ, അതായത് കോപ്പിയുടെ രക്ക എന്ന് പറയുന്ന ഈ തണ്ടൽ വെയിലടിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവന് ചൂട് ചെന്നാൽ മാത്രമേ അവന് കിളിർക്കാനുള്ള പൂവിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ടെൻഡൻസി ഉണ്ടാകാനുള്ള സൗകര്യം ഇവൻ ചെയ്തു കൊടുക്കുന്നുണ്ട് റബ്ബർ തോട്ടങ്ങളിൽ. അതുകൊണ്ട് റബ്ബർ തോട്ടങ്ങളിലല്ല, കേരളത്തിലെ റബ്ബർ പിടിക്കുന്ന എല്ലാ തോട്ടങ്ങളിലും ഞാൻ പറയുന്ന കോഫി വെക്കുകയോ നിങ്ങൾ കൊക്കോ വെക്കുകയോ ചെയ്തോളുക, യാതൊരു പ്രശ്നവും ഇല്ല. ഇപ്പൊ റബ്ബർ ബോർഡ് പോലും അവർക്ക് തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സബ്സിഡി തരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സബ്സിഡിക്ക് തടസ്സങ്ങളുണ്ടോന്ന് പോലും ഇല്ല. അതെല്ലാം മാറ്റി കളഞ്ഞു. ഒന്നേ സബ്സിഡി തരുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ പണ്ടൊരു കോഫി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡും ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തും കേട്ടിട്ടുണ്ടോ കോഫി ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡ്? അങ്ങനെ ഒരു ബോർഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ റബ്ബർ കൃഷി ചെയ്തിരിക്കുന്ന സഹോദരങ്ങളും നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ തോട്ടങ്ങൾ കണ്ടോളുക. ഇനി കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ തോട്ടം വന്ന് കണ്ടോളുക. ഇതിനകത്ത് വൻകിട നേഴ്സറിക്കാരെ നിങ്ങൾ ആരും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഒരു പരസ്യത്തിൽ മുങ്ങി നിങ്ങൾ ചുമന്ന് നിൽക്കുന്നത് കൊടുത്ത് നോക്കേണ്ട കാര്യമില്ല. CNR കാപ്പിത്തൈ മേടിച്ചു വെച്ചോളുക. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ കാപ്പി കവാത്ത് ചെയ്ത് വെച്ച് നിർത്തിക്കോളൂ. നിങ്ങൾക്ക് നല്ല വരുമാനം അതിനകത്ത് നിന്ന് കിട്ടിയിരിക്കും. CNRന്റെ ഗുണം ഇതാണ്, റബ്ബറുമായിട്ട് പൊരുത്തപ്പെടും. ഈ എരമ്പെന്ന് പറഞ്ഞിട്ട് എരമ്പ്, അതായത് ഈ ചൂടല് എരമ്പ് ഒരു പരിധി വരെയും അതിന് ആഹാരം പാകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ പ്രതിരോധശേഷി കുറവാണ്. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള സാധനമാണ്. രോഗങ്ങൾ വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ അത് പ്രധാന കാരണം ഇതിന് കാഫലം കൂട്ടിയെടുക്കാനുള്ള ടെൻഡൻസി കൂടുതലുള്ളതാണ്. അതുകൊണ്ട് ജോൺ സാറെ, നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന മണ്ടത്തരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇല്ല, മണ്ടത്തരമൊന്നും ഇല്ല. കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് അറിയാമല്ലോ. ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഞാനത് കൃത്യമാക്കി തോട്ടത്തിന്റെ ഈൾഡ് ലാഭം നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് റബ്ബർ തോട്ടത്തിന്റെ അത്രയും തന്നെ ഇങ്ങനെ സാധാരണഗതിയിൽ ഇത് കണ്ടുകേട്ടില്ല. റബ്ബർ തോട്ടത്തിന്റെ അത്രയും തന്നെ വരുമാനം കോഫിയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രേ ഉള്ളൂ സംഭവം. അല്ല, ഇനിയിപ്പോ എന്നാ ഇടുന്നാൽ ഒരു മാസം കഴിയുമ്പോൾ ഇപ്പം കളുത്ത് കയറി ഇവിടെ കയറി വരും. ഈ കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ഇതിനൊരു സ്വല്പം വളം ഇട്ട് കൊടുക്കും. അത് ചാണകപ്പൊടി ആയിരിക്കും വരുന്നത്, ഇല്ലെങ്കിൽ പൊട്ടാഷും യൂറിയയും കൂടെ ചേർന്ന സ്വല്പം ഇട്ട് കൊടുക്കും. അത് മതി. അപ്പൊ 2 വളം ചെയ്താൽ പരിപാടി തീർന്നു, തോട്ടം ലെവലായി. വേറെ കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു സംഭവം ഇല്ല. ഇത് എത്ര നാൾ മുന്നുള്ള കാപ്പി തയ്യാം? ഇത് 1 കൊല്ലം ആകുന്നുള്ളൂ. ഒരു കൊല്ലമായാൽ ഒരു 3 അടിയൊക്കെ പൊക്കം വരണേ. ഒരു കൊല്ലം ആകുന്നുള്ളൂ. ഇത് സാധാ റോബസ്റ്റ കാപ്പിയാ. റോബസ്റ്റ കാപ്പിക്ക് ഇതാ ഞാൻ പറഞ്ഞ ഈ രക്ക പൊട്ടുക എന്ന് പറയുന്നത്, ഈ ശകരം പൊട്ടുന്നേ. ഈ റോബസ്റ്റ കാപ്പിക്കുള്ള കുഴപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ 1, 2 ഇത് ഓരോ ചെറിയ ലെയറിനും ഇത് കണ്ടോ പൊട്ടിയിരിക്കുന്ന കണ്ടോ? ഇത് കണ്ടോ ഇവിടുന്ന് പൊട്ടിയിരിക്കുന്ന കണ്ടോ? അപ്പൊ ഇവന് ഇത്രയും പൊക്കം കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മണ്ട ഞുള്ളി കവാത്ത് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ നല്ല തൂക്കവും തുടവും ഉള്ളതാണ്. ഇതാണ് രക്ക എന്ന് പറയുന്നത്. അല്ല, രക്ക നമ്മള് ബ്രാഞ്ചസ് എന്ന് പറയുന്ന സംഭവത്തിനെ പറയുന്നതാണ് രക്ക എന്ന് പറയുന്നത്. ഇത് ആ CNR 6 രക്ക പൊട്ടും. അപ്പൊ ഒരു ലെയർ ഇങ്ങനെ കുട പോലെ കിടക്കും, അടുത്ത ലെയർ ഇങ്ങനെ കിടക്കും. ഇപ്പൊ ഞാൻ കണ്ടതിൽ നമുക്ക് 6 അടി അകലം വരെ പറയാം. അത് ഒന്ന് CNR അല്ലെങ്കിൽ റോബസ്റ്റ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുഴുവൻ റോബസ്റ്റ കാപ്പി തന്നെയാണ്. അത് ധാരാളമായിട്ട് ഇതുപോലെ അകലം ക്രമീകരിച്ച് വെച്ചോണ്ടാ മതി. റോബസ്റ്റ കാപ്പിക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CNRന്റെ പകുതിയേ കിട്ടുള്ളൂ. അതിന്റെ പകുതിയേ കിട്ടുള്ളൂ. ഒരു ബ്രാഞ്ചസ് ഇതെന്നൊരു 450 ഗ്രാം 500 ഗ്രാം കിട്ടുന്നുണ്ട്. ശരാശരി 400 ഗ്രാം ഒരു ലെയർ നമുക്ക് കിട്ടും. ഒരു 5 കൊല്ലമായി 20 കിലോ ഈസിയാ. 5 ലെയർ 1 മീറ്ററിനുള്ളിൽ CNR ഉണ്ടാവും. ഒരു 1.5 മീറ്ററിനുള്ളിൽ CNR ഉണ്ടാവും.
ഓരോ അടിക്കും ഓരോ ലെയർ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് വെച്ച് നോക്കുമ്പം സീൻഡറിനെക്കാളും നമുക്ക് റോബസ്റ്റ കാഫിയില് വിളവ് കുറവാണ്. പക്ഷെ പ്രതിരോധശേഷിയും കാര്യങ്ങളും ചെലവില്ലാത്തതും ഏറ്റവും കൂടുതൽ വളം ചെയ്തില്ല പോലും കയറി വരുന്ന സംഭവം. വരും 30 കിലോ പച്ചക്കറി വരെ കിട്ടാം. റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ വെതറി പോയച്ചാൽ മതി. വെതറി പോകുമ്പോൾ ഇവര് കൂടി പണഞ്ഞ് കിടക്കല്ലേ വേരുകള്. അപ്പൊ റബ്ബറിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് വളം ചെയ്യേണ്ട, കോഫിക്കായിട്ടും ചെയ്യേണ്ട കാര്യമില്ല. രണ്ടിന്റെയും എടുക്കുന്ന വളം പൊട്ടാഷ് ഇവനെടുക്കുന്നു, യൂറിയ മറ്റവൻ എടുക്കുന്നു. ഇത് ഏത് കാപ്പിയാണോ? ഇത് CNRന്റെയും നമ്മുടെ റോബസ്റ്റ കാപ്പിയും മിക്സ് ആയിട്ട് കയറി വന്നിരിക്കുന്നതാണ്. അതിന്റെ ഒരു ഗുണഗണങ്ങൾ കാണിക്കുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഒരു 1, 2 ലെയർ, 3 ലെയർ, 4 ലെയർ, 5 ലെയർ, 6 ലെയർ, 7 വരെയും 1 മീറ്ററിനുള്ളിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. അതെ. ഇതിപ്പോ എത്ര വർഷമായി? ഇത് 1.5 വർഷം. 1.5 വർഷമായേ ഉള്ളൂ. 1 മീറ്ററിന് 1.5 മീറ്ററിനുള്ളിൽ നമുക്ക് 7 ബ്രാഞ്ചസ് ഉണ്ടായി. അതേസമയം എറുമ്പ് വിഷയമല്ല. ഈ ബ്രാഞ്ചസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഈ അകലം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോപ്പിയിൽ ശ്രദ്ധിക്കേണ്ട ഈ അകലമാണ്. ഈ അകലം ഇത് ഇത്ര എരമ്പ് ഇത് കണ്ടോ, കൊടും വനം പോലെ ഇതിനകത്ത് നിൽക്കുന്നത്. അപ്പൊ ഈ എരമ്പ് വരുന്ന ഇതുപോലെ ലെങ്ത് ആയിട്ട് ഇത്രയും അകലത്തിലാ ഇവിടെ വന്ന ഒരെണ്ണം കായ്ക്കുന്നത്. അടുത്ത രക്ക വരുന്ന ഇവിടെയാണ്, അടുത്തത് എവിടെയാണ്. എന്നാ ആദായം കിട്ടാനാ? അതുകൊണ്ട് നമ്മൾ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട രക്ക എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചസ് അടുത്തടുത്ത് വരുന്ന കോഫിയാണ് നോക്കേണ്ടത്. ഇത് നല്ല ഇനമാണ്. ഇതിപ്പം കറക്റ്റ് എന്റെ നെഞ്ചപ്പായി. ഇതിപ്പോ ഞാന് ഇവിടെ ഇട്ട് ഇവനെ അവസാനിപ്പിക്കുക. കവാത്തല്ല, ഇത് ഒടിച്ചു. അതിന്റെ മുകളിലോട്ട് വളരരുത്. ഇനി മുകളിലോട്ട് വളരരുത്. ഇനി ബ്രാഞ്ചസ് മാത്രം. ഇതിന്റെ ഈ അക്കടേന്ന് പൊട്ടും, അത് ഞാൻ കാണിക്കാം. ഈ അക്കടേന്ന് പൊട്ടും. ഇനി ഇതിനെ മണ്ടേന്ന് ഇവിടുന്ന് പൊട്ടിക്കേറും, ഈ ബ്രാഞ്ചസിൽ നിന്ന് പൊട്ടിക്കേറും. അത് നമ്മൾ എപ്പോഴും അടത്തി കളഞ്ഞോണ്ടിരിക്കുക. അതാണ് കവാത്തി എന്ന് പറയുന്നത്. ഇത് പ്രൂണിങ്. ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതൊരു 3 മീറ്റർ വരെ പടരയല്ലേ? അങ്ങ പൊക്കോളും. അത് വനം പോലെ അങ്ങ പോവും. ഇതിന് ഒരു 3-4 വർഷമായി കഴിയുമ്പോൾ തന്നെ ഏകദേശം 6 അടി ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പയ്യെ പൊക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് കൂടുതൽ നമ്മള് ഒരു 5 അടി ഹൈറ്റിന് 4 അടി ഹൈറ്റിന് നമ്മള് 1.5 മീറ്റർ ആണ് കണക്ക്. 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 4 അടി 4.5 അടി 5 അടി വരുന്നുണ്ട്. ആ ഒരു 5 അടി വെച്ച കൃത്യമായിട്ടൊന്നും കിട്ടുകയല്ല കേട്ടോ. അത് ഒരു 4.5 അടിക്കും 5.5 അടിക്കും ഇടയിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 7 അടി വരെയും ഹൈറ്റിൽ എന്ന് പറഞ്ഞാൽ 7 അടി മുകളിൽ കഴിഞ്ഞാൽ പതിക്കാനെല്ലാം പാടായിരിക്കും, കാര്യങ്ങളായിരിക്കും. അത് കൂടുതൽ ഒരു കാരണവശാലും പടന്ന് പൊക്കോളും. ഇതിപ്പം കവാത്ത് ചെയ്യുക. ഇങ്ങനെ വരുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇങ്ങനെ വരുന്നേ. ഇത് നമ്മൾ അടത്തിക്കളയാണ് ചെയ്യുന്നത്, വെട്ടിക്കളയരുത്. ഇവിടെയിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ഇത് അതേന്ന് കിളുത്തോണ്ടിരിക്കും. ഇതിപ്പം അടത്തിക്കളയാണ്. ഈ കാപ്പി എന്റെ ഹൈറ്റിൽ ആയി. ഇത് അടത്തിക്കളയും. അടത്തിക്കളയേണ്ട സമയം കഴിഞ്ഞതാണ്. എന്റെ തിരക്ക് കൊണ്ട് ലേബേഴ്സിനെ കിട്ടാനുള്ള തടസ്സം കൊണ്ട് വന്നതാണ്. ഇപ്പൊ ഇതാണ്ട് ഈ ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വെട്ടിക്കളയണ്ടേ? ഇല്ല, ഇത് ഇതിന് മണ്ട മുറിച്ചു വിട്ട പ്രൂണിങ് നടത്തിയിരിക്കുന്ന ഈ പ്രൂണിങ്ങിൽ ഇങ്ങനെ ബ്രാഞ്ചസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഏത് രീതിയിൽ കോഫി കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അത് ഓരോ മനുഷ്യന്റെയും കലാപരമായിട്ടുള്ള കഴിവുകളനുസരിച്ച് കൊണ്ടുപോകാം. ഇത് അതിന് പ്രധാന ഉദാഹരണമാണ്. അന്ന് എന്താ സാഹചര്യത്തിൽ മരം വീണോ എന്താ സംഭവിച്ചത്, ഇതിന്റെ മണ്ട ഒടിഞ്ഞു പോയതായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കായ്ച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ ലെവലിൽ തന്നെ അതങ്ങോട്ട് ഇതുകൊണ്ട് ഇതിന്റെ എല്ലാം ബ്രാഞ്ചസ് ഒരു 10-20 കൊല്ലത്തെ പഴക്കമുണ്ട്. ഇതിന്റെ വണ്ണം കണ്ടോ? ഇത് 20 കൊല്ലം ഞാൻ വെച്ചതാണ്. 20 കൊല്ലത്തെ പഴക്കമുള്ള കോഫിയാണ്. അപ്പൊ ഈ കോഫി കഴിയുമ്പം പറിക്കാനുള്ള സൗകര്യങ്ങൾ കായ്ക്കല വന്ന് വയ്ക്കാത്ത കാരണം ഞാനിത് മേളിലേക്ക് വളർത്തി. ഇപ്രാവശ്യം എന്നാ ചെയ്താൽ ഇപ്രാവശ്യം ഇതിന്റെ വിളവെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു സൈഡ് ബ്രാഞ്ച് കട്ട് ചെയ്ത് കളയും, ഈ സൈഡും ബ്രാഞ്ച് കട്ട് ചെയ്ത് കളയുമ്പം ഇതിന്റെ മണ്ട ഇത്ര ഹൈറ്റിലേക്ക് പോയി. അപ്പൊ ഈ ഒരു ലെയർ ഇവിടെ ഇത് കണ്ടോ? ഇത് ഈ ഒരു ലെയർ പൊങ്ങി നിൽക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടെ കുരുവുണ്ട്. അപ്പൊ ഈ ലെയർ കട്ട് ചെയ്ത് കളയുമ്പോ ഈ കോഫി ഈ ലെയറായി കഴിഞ്ഞു. പിന്നെ ഇതിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പൊ അതിന്റെ അവിടുന്ന് വരുന്നതിന്റെ അതിന്റെ സെന്ററിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് ഏകദേശം ഇവിടെ വരെയും വന്ന് കിടപ്പുണ്ട്. അപ്പൊ ഇത് 10 അടി കൂടുതൽ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ അങ്ങേ സൈഡും ഉണ്ട്. അപ്പൊ ഒരു 10-20 അടി അകലം വരെയും. അല്ല, റോബസ്റ്റ 10-ാം വർഷം ജാതി പടരുന്ന പോലെ റോബസ്റ്റയും പടരുന്ന
10 അടി വരെ 10 10 20 അടി അല്ല ഓരോ 18 അടിയോളം വിസ്തൃതി പോയിട്ടുണ്ട്. ഇത് ഞാൻ പൊക്കം കുറച്ച് നിർത്തി കവാത്ത് ചെയ്ത് നോക്കിയതാണ്. അന്നത്തെ അറിവ് അത്ര ഉള്ളായിരുന്നു. പക്ഷേ അതത്ര വിജയപ്രദമല്ല. ഇതിന് മാന്യമായ ഒരു എയർ സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു 1.5 മീറ്റർ അകലെ വിട്ട അല്ല 4 അടി ഹൈറ്റ് വരെ വന്നു കഴിഞ്ഞിട്ട് കവാത്ത് ചെയ്യാവുള്ളൂ. അല്ല പ്രൂണിങ് നടത്താവുള്ളൂ. മണ്ട കവാത്ത് എന്ന് പറയുന്ന സംഭവം ഇതാണ് കവാത്ത്. ഇത് അടിക്കവാത്ത്. ഇതിനകത്ത് ഇങ്ങനെ അടത്തിക്കളയും. ഇത് പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്ന അടത്തിക്കളയണം, അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുകയുള്ളൂ. എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയും കോപ്പയുടെ വളർച്ചയും ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഇതിനകത്ത് മേൽക്കവാത്ത് എന്ന് പറയുന്ന സംഭവം കൂടെയുണ്ട്, ഇടക്കവാത്ത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കീഴ്ക്കവാത്ത്. കീഴ്ക്കവാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കീഴെന്ന് ശേഖരങ്ങൾ അടത്തിക്കളയുന്ന കീഴ്ക്കവാത്ത്. പ്രൂണിങ് ഒരുക്കി ചെയ്ത് കിട്ടുന്നാൽ അതപടം കൊണ്ട് തീർന്നു. പിന്നെ എല്ലാ വർഷവും 3 പ്രാവശ്യം അടിക്കവാത്ത് ചെയ്യണം. അത് 4 മാസം കൂടുമ്പം. മേൽക്കവാത്ത് കാവലം പറിച്ചു കഴിയുമ്പം ഒറ്റ മേൽക്കവാത്ത്. ആ മേൽക്കവാത്ത് ഞാൻ കാണിച്ചു തരാം. അതായത് മണ്ടേന്ന് കയറി വരുന്ന ബ്രാഞ്ചസ് ഒക്കെ ഒടിച്ചുകൂടാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഇതിന് മണ്ടേന്ന് കയറി വരുന്നത്. ഇനി ഇതിന്റെ അടിക്കവാത്ത് ഞാൻ കാണിച്ചു തന്നു. ഇനി മേൽക്കവാത്ത കാണിച്ചു പോകുന്നത്. അപ്പൊ ഇത് രക്ക എന്ന് പറയുന്ന സംഭവം. ഇതൊക്കെ അതിന്റെ ബ്രാഞ്ചസ് രക്കയാണ്. ഈ രക്കയില് ഞാൻ പറഞ്ഞല്ലോ, റബ്ബറിന്റെ അകത്ത് വെക്കുമ്പോൾ വെട്ടം അടിക്കുന്ന കാവലം പറിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. ഈ തെളിഞ്ഞു നിൽക്കുമ്പം ഇതൊരു ഇരക്കേന്ന് പൊട്ടിരിക്കുക. അപ്പൊ ഇവനെ നമ്മൾ അടത്തിക്കളയണം. നല്ല ഇപ്പൊ അവിടെ നല്ല വെട്ടമായി കണ്ടോ. ഇത് ഈ കുരുവെല്ലാം കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ വേസ്റ്റ് ആയിട്ട് വരുന്ന കമ്പുകള്, ഈ ചെനപ്പുകള് ഇതെന്ന് കൂട്ടമായിട്ട് അടത്തിക്കളയണം. ഇത് മുഴുവൻ വളർച്ചയെ ബാധിക്കുന്നതാണ്. ഈ ചെനപ്പുകൾ അടത്തി കഴിയുമ്പം ഇത് ആണ്ടിൽ ഒരു തവണ ചെയ്തച്ചാൽ മതി. അതായത് കാവലം പറിച്ച് വിളവെടുത്ത് കഴിഞ്ഞ് ഒരു 10-30 ദിവസം കഴിയുമ്പം വിളവെടുത്ത് ചേർന്ന് 10-30 ദിവസം കഴിഞ്ഞ് ഇത് കിളുക്കാൻ തുടങ്ങും. ആ സമയത്തങ്ങ് അടത്തി കളഞ്ഞാൽ മതി. പിന്നെ വീണ്ടും പിറ്റത്തെ കൊല്ലം. അപ്പം അങ്ങനെ അത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനനുസരിച്ച് കാഫിയെ ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം, ഹൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഞാൻ ഇതിൻ്റെ അടിയിൽ അടിക്കും കിടക്കത്തേക്ക് കളഞ്ഞിട്ട് പൊക്കാൻ വേണ്ടിയാണ് ഇത് നിർത്തിയിരിക്കുന്നത്. ഈ കാപ്പിക്ക് ഇച്ചിരി ഹൈറ്റ് കൊടുക്കണം. അപ്പോൾ അത് കയറി അതിനെ മണ്ട നുള്ളിക്കളയും. അതിന് മണ്ട നുള്ളിക്കളഞ്ഞ് അവനെ അവിടെ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് ഇത് കഴിഞ്ഞിട്ട് അടി ഓരോന്നും കട്ട് ചെയ്ത് കളഞ്ഞിടുക. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് കോഫിയെ നമ്മുടെ ഇഷ്ടത്തിന് ഹൈറ്റ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് മനസ്സിനനുസരിച്ച് കൊണ്ടുനടക്കാവുന്നതും റബ്ബർ തോട്ടങ്ങളിൽ ഏറ്റവും നല്ലതായിട്ട് ചെയ്യാവുന്നതുമാണ് കോഫി. ഒരുപക്ഷെ റബ്ബറിനേക്കാളും വരുമാനമുള്ളതാണ്. കൃഷികളുടെ രാജാവ് ഇന്നും അന്നും റബ്ബറാണ്. ഈ കാപ്പിയൊക്കെ കബാത്ത് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് ഈ പ്രദേശങ്ങളിലെ ഈ ഭാഗത്തൊക്കെ ഏതാ സമയങ്ങള്? വയനാട് ഹൈറേഞ്ചിന്റെ തണുപ്പുള്ള ഏരിയ ആണ്. അവിടെ ജനുവരി മാസം കഴിഞ്ഞതോടുകൂടി പറിക്കാൻ തുടങ്ങി. ജനുവരി ഫെബ്രുവരി നമ്മളെ പറിക്കുള്ളൂ. ഇവിടെ നമ്മുടെ ജനുവരി ആകുമ്പോൾ കാലാവസ്ഥയിൽ ചൂട് കൂടുതലായതുകൊണ്ട് നമുക്ക് കാവലം നേരത്തെ കിട്ടും, പറിക്കേണ്ടി വരും. സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് ഇവിടെ പഴുക്കാൻ തുടങ്ങും. അപ്പൊ പഴുത്ത് തീർത്ത് നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 മാസത്തിനകം അടിക്കവാത്ത് ഇതേന്നുള്ള മേളിലോട്ട് കയറി വരുന്ന ഇതുപോലുള്ള അടത്തി കളഞ്ഞിരിക്കണം. മസ്റ്റായിട്ട് ഇതുപോലുള്ള അടത്തി കളഞ്ഞിരിക്കണം. കാരണം ഇതേലോട്ട് വളർച്ച പോയി കഴിയുമ്പോൾ ഇതിപ്പോ ഒരു ചെടിയുടെ വലിപ്പമായി കഴിഞ്ഞു, വളർച്ച പിറ്റത്തെ കൊല്ലത്തെ ബാധിക്കും. അതുകൊണ്ട് അടത്തി കളഞ്ഞിരിക്കണം. ഇവൻ കുഴിച്ചു വെച്ചാൽ പിടിക്കോ? ഇല്ല, ഇവൻ പിടിക്കുകയില്ല. ഇത് സീഡ് ഇട്ട് മാത്രമേ പറ്റുള്ളൂ. തൈകൾ കാവലത്തെ നിന്ന് ഉണ്ടാകുന്നതാണ്. ഒടിച്ചു കുത്തി ഉണ്ടാകുന്ന സാധനമല്ല. കോഫി ഒടിച്ചു കുത്തി ഒരിക്കലും ഉണ്ടാകില്ല. റബ്ബറിനകത്ത് കാപ്പി വെക്കുന്നു. അപ്പൊ റബ്ബർ വെട്ടുന്നതിന്റെ ഒരു പരിധിയുള്ള കാലാവധി ഉണ്ട്. ആ കാലാവധി റബ്ബർ വെട്ടുമ്പോൾ ഈ കാപ്പികൾ നശിച്ചുപോയി. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കന്നാര കൃഷി ചെയ്യുന്ന ഒരു 3-3.5 വർഷം കൊണ്ട് അത് വിളവെടുത്തു പോകും. ആ സമയത്ത് 400 തൈ വാങ്ങി വെക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് 5-ാം വർഷം റബ്ബർ വെട്ടുന്ന 7-ാം വർഷം ആ വർഷം തന്നെ നമുക്ക് പിറ്റത്തെ വർഷം വിളവ് കിട്ടി തുടങ്ങും. 7-ാം വർഷം 8-ാം വർഷം ഒരു കാര്യം കൂടെ ചോദിക്കാം. 7-ാം വർഷം ഒരു കാര്യമാണ്. റബ്ബറിന് 17 വർഷമാണ് ആവറേജ് ആയുസ് പറയുന്നത്, 20 വർഷം. അപ്പൊ 1-ാം വർഷം റബ്ബർ വെച്ച് ആ വർഷം തന്നെ കാപ്പി തൈ വെക്കാം. കന്നാര വെക്കുന്നില്ലാത്തടത്ത് വെക്കാം. നമ്മളിപ്പോ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിട്ടില്ല, എല്ലാവരും കന്നാരയ്ക്ക് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ 3 വർഷത്തെ കാര്യം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. വളരെ അപൂർവമായിട്ട് 100-ൽ ഒരാളെങ്ങാനും ഇപ്പൊ തോട്ടം കൊടുക്കാതെ ഉള്ളൂ. ബാക്കി എല്ലാവരും കന്നാരക്കാരെ വെക്കണം. അപ്പൊ കന്നാര 3 എന്ന് പറഞ്ഞാലും 3.5 വർഷം അവർ എടുക്കുന്നുണ്ട്. 42 മാസം എടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പോയി കഴിയുമ്പോഴത്തേക്കും 4 വർഷം. അപ്പൊ തൈ ഈ സമയത്തല്ലേ വെക്കത്തുള്ളൂ. ഈ സമയത്ത് തൈ മിഥുനമാസത്തിൽ വേണം തൈ വെക്കാൻ. അതിനെ വളർച്ചയും വേനലിനെ നേരത്തെ കയറ്റി തൈ വെക്കാതിരിക്കുകയാണെന്നല്ല. മിഥുനമാസത്തിൽ ഈ തിരുവാതിര ഞാറ്റുവേലയിൽ തൈ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് സാറേ, തോട്ടം വെട്ടുമ്പോൾ ഇത് മുഴുവൻ നശിച്ചു പോകും.
ഒരെണ്ണം ഇല്ലാതെ ഇത് മുഴുവൻ നശിച്ചു ഈ പോകും, കാപ്പി തൈ എല്ലാം മുഴുവൻ ഒടിഞ്ഞു പോകും. പക്ഷെ തേക്കിനും കാപ്പിക്കും ഉള്ള ഗുണമാണ്, വീണ്ടും ഇത് റീപ്ലാന്റ് വരുന്ന സമയത്ത് ആ ലൈൻ ക്രമീകരിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ റബ്ബറിന്റെ ആ ലൈനിൽ കൂടെ എന്റെ ഇപ്പുറത്തല്ലേ വെക്കുന്നത്, സെന്ററിൽ കൂടെ അല്ലേ വെക്കുന്നത്, ആ സെന്ററിൽ കൂടെ JCB ഓടിക്കാതെ അവിടെ നിർത്തുകയാണെങ്കിൽ അത് 3 മാസത്തിനകം കിളുത്ത് കയറി വന്നിട്ട് ഒരു 3 മാസം കഴിയുമ്പം എല്ലാ കോഫി ഇങ്ങനെ നിൽക്കും, ഉണ്ടാവും. രണ്ടാമത്തെ കൊല്ലം അതിന്റെ രണ്ടാമത്തെ കൊല്ലം അല്ല, ആദ്യത്തെ കൊല്ലം കിളുത്ത് കയറി, രണ്ടാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വൻ വിളവുണ്ടായിരിക്കും. അതുകൊണ്ട് കോഫി നട്ടെന്ന് കരുതി അത് ഒരു കാരണവശാലും നഷ്ടമാകുകയില്ല. തോട്ടം വെട്ടുമ്പോൾ നശിച്ചാലും അത് പിന്നീട് ഉണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.